അക്ഷരങ്ങൾ എന്താണെന്നോ എഴുതാനോ വായിക്കാനോ അറിയാത്ത 70 വയസ്സ് പ്രായമായ ഒരു ഉമ്മ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഉമ്മയെ റോഡ് സൈഡിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച രീതിയിൽ കാണപ്പെടുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു കത്തും ലഭിക്കുകയാണ്. ആ കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് നബീസ. ഇതൊരു സാധാരണ ആത്മഹത്യയാണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. എന്നാൽ പോലീസുകാരിൽ ഒരാൾ ആ കത്ത് അവിടെ നിന്നും ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഇത് കേട്ട ഉടനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു: അയ്യോ സാറേ, നബീസമ്മയ്ക്ക് എഴുതാനും വായിക്കാനോ ഒന്നും അറിയില്ലല്ലോ. അതെ, എഴുതാനും വായിക്കാനും അറിയാത്ത ആ പാവമുമ്മയെ ആ നോമ്പ് കാലത്ത് ഇല്ലായ്മ ചെയ്തത് ആരായിരിക്കാം? ആ 70കാരിയോട് ഇത്രമേൽ ക്രൂരത കാണിക്കാൻ ആർക്കാർക്കും കഴിഞ്ഞിട്ടുണ്ടാവുക? പാലക്കാടിനെ ഞെട്ടിച്ച, ഹൃദയം തകർക്കുന്ന ഈ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ജൂൺ 24 സമയം രാവിലെ 8 മണി. പാലക്കാട് ജില്ലയിലെ ആര്യംപാവ് ഒറ്റപ്പാലം എന്ന സ്ഥലത്തുള്ള ആ ഒരു ചെറിയ റോട്ടിലൂടെ ഒരു വയോധികൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അയാൾ ഒരു കാഴ്ച കാണുകയാണ്. റോഡ് സൈഡിൽ ഒരു വയോധിക അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം 65നും 70നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണത്. ഒരു പക്ഷേ ഈ ഉമ്മ നോമ്പ് കാലമായതുകൊണ്ട് ക്ഷീണം കൊണ്ട് അവിടെ വീണു പോയതായിരിക്കാം എന്ന് കരുതി ആ യുവാവ് സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മെല്ലെ തട്ടി വിളിച്ചു നോക്കി. വിളിച്ചു നോക്കുന്ന സമയത്ത് അനക്കമൊന്നുമില്ല. മാത്രമല്ല, അവരുടെ ശരീരമാകെ തണുത്തുറഞ്ഞിരിക്കുകയാണ്. അയാള് പെട്ടെന്ന് പേടിച്ചുപോയി. അയാള് വഴിയിലൂടെ വരുന്നുണ്ടായിരുന്ന ഒരു ഓട്ടോക്കാരനെ കൈ കാണിച്ചു നിർത്തി. അയാൾക്ക് പരിചയമുള്ള ഒരാളായിരുന്നു അത്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഈ ഉമ്മയെ ഒന്നുകൂടി ഒന്ന് നോക്കി. അവർക്ക് കൺഫേമായി ആ ഉമ്മ മരിച്ചു കിടക്കുകയാണ് അവിടെ. അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചു. മാത്രമല്ല, പോലീസ് ഉടനെ തന്നെ ഡോഗ് സ്ക്വാഡിനെയും അതേപോലെ തന്നെ ഫോറൻസിക് വിഭാഗത്തിനെയും വിവരം അറിയിച്ചു. എല്ലാവരും സ്ഥലത്തെത്തി പരിശോധിക്കാൻ തുടങ്ങി. പരിശോധനയിൽ ഫോറൻസിക് സംഘത്തിന് ഒരു കാര്യം കൂടി പിടുത്തം കിട്ടാണ്: ഈ മൃതദേഹത്തിന് ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അപ്പോഴാണ് അവർ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ മൃതദേഹത്തിനടുത്തായിട്ട് ഒരു സഞ്ചി നിലത്ത് വീണ് കിടപ്പുണ്ട്. ആ സഞ്ചിയിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു കത്തും ഉണ്ടായിരുന്നു. പോലീസ് ഉടനെ ആ ഫോൺ ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചു നോക്കി. ഓൺ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ആ ഫോൺ ഓണായി. അതിൻ്റെ അകത്ത് പകുതിയിലേറെ ചാർജും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി. ഈ ഫോണ് ചാർജ് തീർന്ന് ഓഫ് ആയതല്ല, ആരോ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതാണ്. പിന്നീട് അവർ ആ സഞ്ചിയിൽ നിന്നും ആ കത്തെടുത്തു. ആ കത്തിലാണെങ്കിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു: എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്ന് നബീസ. കേസ് വളരെ ലളിതമാണെന്ന് നിങ്ങൾക്കും തോന്നിയോ? എന്നാൽ അത് തെറ്റാണ്. കാരണം ഈ മൃതദേഹം ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. അതായത് 24 മണിക്കൂറിലേറെ ഒരു മൃതദേഹം റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എപ്പോഴും ആളനക്കമുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ച് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഈ സംശയം അവിടെ പോലീസുകാർ ആളുകളോടും ചോദിച്ച സമയത്ത് അവർ പറയാണ്: സർ, ഇന്നലെ രാത്രി ഏറെ വൈകിയും ഞങ്ങൾ ഇതിലേക്ക് പോയതാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ കാണേണ്ടതുമാണ്. ഞങ്ങൾ ആരും ഈ കാഴ്ച കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ പോലീസിന് കാര്യം മനസ്സിലായി. ഈ മൃതദേഹം മറ്റെവിടെയോ വെച്ച് ആരോ ഒരു പക്ഷെ കൊലപ്പെടുത്തിയതായിരിക്കാം. എന്നിട്ട് ഇരുട്ടിന്റെ മറവിൽ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതുമായിരിക്കാം. അപ്പോഴാണ് ആ നിർണായക സംഭവം നടക്കുന്നത്. പോലീസുകാരിൽ ഒരാൾ ഇതുപോലെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെന്നും ആ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണെന്നും അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു. അപ്പോഴാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത്: സാർ, നബീസുമ്മയ്ക്ക് എഴുതാനും വായിക്കാനോ ഒന്നും അറിയില്ല. സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ കഴിയാത്ത ഈ ഉമ്മ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെക്കുന്നത്? ആ ഒരൊറ്റ വാചകം ഈ കേസിനൊരു വലിയ വഴിത്തിരിവുണ്ടാക്കിയാണ്. ഇത് കേട്ട ഉടനെ തന്നെ പോലീസിന് മനസ്സിലായി ഈ കൊല ചെയ്തിരിക്കുന്നത് മറ്റാരോ ആണ്. ഈ നബീസ എന്ന് പറയുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്തതല്ല. മാത്രമല്ല, ഇവരെ ആരോ കൊലപ്പെടുത്തി ഇവരിങ്ങനെ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരം ഒരു കത്തെഴുതി അവരുടെ ഡെഡ് ബോഡിയും കൂട്ടത്തിൽ ഈ സഞ്ചിയിൽ ഈ കത്തും കൂടെ ഇട്ട് അവിടെ ഉപേക്ഷിച്ചതാണ്. സംഭവം കൊലപാതകമാണെന്ന് ഉറപ്പിച്ച പോലീസ് ആ പരിസരമാകെ ഒന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശോധിക്കാൻ തീരുമാനിച്ച സമയത്ത് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ചാക്കും അതിനകത്ത് നബീസയുടെ കുറച്ച് മുടിയും കിട്ടി. ഇപ്പോൾ തന്നെ പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നേരത്തെ ഞങ്ങൾ സംശയിച്ചത് ശരിയാണ്. കാരണം എവിടെ വെച്ച് മറ്റാരോ കൊലപ്പെടുത്തിയതിനു ശേഷം നബീസുമാന്റെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാണ്. തുടർന്ന് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അടുത്ത ടെസ്റ്റ് ഉണ്ടാവുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരാൾ സ്വയം വിഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ആമാശയത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ
മറ്റാരെങ്കിലും ബലം പിടിച്ച് വിഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വയറ്റിലേക്കും അതുപോലെ തന്നെ അത് ശ്വാസനാളത്തിലും കെട്ടിക്കിടക്കാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാവരും സംശയിച്ചതുപോലെ തന്നെ നബീസുമ്മ മരണപ്പെട്ടിരിക്കുന്നത് വിഷം ഉള്ളിൽ ചെന്നിട്ടുമാണ്. അതായത് മറ്റാരെങ്കിലും ബലം പിടിച്ച് വിഷം കുടിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ബലം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വിഷത്തിന്റെ കുറച്ച് അംശം നമ്മുടെ ശ്വാസനാളത്തിൽ ചെന്ന് തങ്ങി നിൽക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. നബീസുമ്മ ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് വിഷം ഉള്ളിൽ ചെന്നിട്ടാണെങ്കിലും മറ്റാരോ ബലമായി വിഷം കൊടുത്ത് കൊന്നതാണ്. അതിനിടെ ആ സഞ്ചിയിൽ നിന്ന് കിട്ടിയ ആ ഫോൺ എടുത്ത് പോലീസ് അവസാനമായി അതിലേക്ക് വന്ന കോളിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ച സമയത്ത് അപ്പുറത്തു നിന്നും ഒരു യുവാവാണ് ഫോൺ എടുത്തത്. അദ്ദേഹം പരിഭ്രാന്തിയിലായിരുന്നു. ഉടനെ തന്നെ പോലീസിനോട് ചോദിക്കുകയാണ്, ഉമ്മയാണെന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നത്, ഉമ്മ നിങ്ങൾ എവിടെ എത്തി? ഞാൻ ആകെ പേടിച്ചു പോയി, വീട്ടിലെത്തിയോ? എന്നാൽ മറുതലക്കിൽ നിന്ന് സംസാരിച്ചത് ബഷീർ എന്ന് പറയുന്ന യുവാവായിരുന്നു. ഈ സ്ത്രീയുടെ കൊച്ചുമകനായിരുന്നു ഇയാള് തലേ ദിവസം തന്റെ ഉമ്മമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പോലീസ് ഉടനെ തന്നെ ഇയാളെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. ഇയാൾ ഉടനെ സ്ഥലത്തെത്തി ഇത് നബീസുമ്മ തന്നെയാണെന്ന് ഉറപ്പിച്ചു. പോലീസ് കുടുംബാംഗങ്ങളെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ബാഹ്യമായിട്ട് ഈ സ്ത്രീക്ക് ഒരു ശത്രുക്കളും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആന്തരികമായിട്ടുള്ള ഈ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അംഗങ്ങളായിരിക്കണം ഒരുപക്ഷെ ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളൊരു ചെറിയ നിഗമനം ഈ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരായി ചോദ്യം ചെയ്ത സമയത്ത് പോലീസിനൊരു ക്ലൂ ലഭിക്കുകയാണ്. ഫസീല എന്ന് പറയുന്ന ഒരു പേര് അവർക്ക് സ്ട്രൈക്കായിട്ട് അവിടെ നിൽക്കുന്നു. കാരണം ഒരുപാട് പേര് ചോദ്യം ചെയ്ത സമയത്ത് റിപ്പീറ്റ് അടിച്ച് ഈ പേര് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേരിന് പിന്നിൽ എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ്. ഇത് ബഷീറിന്റെ ഭാര്യയുടെ പേരാണ് ഫസീല എന്ന് പറയുന്നത്. അതായത് മരണപ്പെട്ട നബീസമ്മയുടെ കൊച്ചുമകന്റെ ഭാര്യയുടെ പേര്. പോലീസിന് അടുത്ത സംശയം കുടുംബത്തിലൊരാൾ തന്നെയാണ്, കൊച്ചുമകന്റെ ഭാര്യയാണ്. ഈ പേര് എന്തിനു വേണ്ടി ആളുകൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയണം? ഇതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമോ? പോലീസ് ഇതിന് പിന്നിൽ അന്വേഷണം ആരംഭിച്ചു. പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ കുടുംബത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറാവുമായിരുന്നു. അതായത് ഓരോരുത്തരുടെ സ്വർണ്ണാഭരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറാകുമായിരുന്നു. അവസാനം കള്ളിയെ കൈയോടെ പിടിച്ചത് നബീസുമ്മയായിരുന്നു. ഫസീലയായിരുന്നു ആ സമയത്ത് ആ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇടയിൽ വെച്ചിട്ട് ഈ സ്ത്രീയെ നാറ്റിച്ച ഒരു ദേഷ്യം ഈ ഉമ്മയോട് ഈ ഫസീല എന്ന് പറയുന്ന സ്ത്രീക്ക് ഉണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് തീർന്നില്ല, വേറെയും ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സ്ത്രീ പൊതുവെ മനസ്സിൽ പക വെച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീയാണ്. ഈ കുടുംബത്തിൽ ഇതിനു മുന്നേയും ഇത്തരത്തിലൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതായത് ബഷീറിന്റെ സ്വന്തം അച്ഛന് ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ വിഷം കലർത്തി കൊല്ലാൻ ഈ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഈ സ്ത്രീയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഈ കുടുംബക്കാർക്ക് മുഴുവനും അറിയാമായിരുന്നു. ഈ സംഭവം പുറത്തറിഞ്ഞതോടുകൂടി നബീസുമ്മയാണ് മുൻകൈയെടുത്ത് ബഷീറിനെയും ഭാര്യയെയും ആ തറവാട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇവർ പിന്നീട് വാടകയ്ക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഈ സംഭവത്തോടുകൂടി ഈ ഫസീല എന്ന് പറയുന്ന 28-കാരിയുടെ ആജന്മ ശത്രുവായിട്ട് ഈ നബീസുമ്മ മാറുകയാണ്. നബീസുമ്മാനെ എങ്ങനെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നൊരു ഒറ്റ പകചിന്തയുമായിട്ട് ഈ ഫസീല എന്ന് പറയുന്ന സ്ത്രീ ആ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. 2016 ജൂൺ 21 ആ സമയത്ത് നബീസുമ്മ തറവാട്ട് വീട്ടിൽ നിന്നും തന്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ബഷീറയും ഫസീലയും കൂടി നബീസുമ്മാനെ പിന്തുടർന്നു. നബീസുമ്മ ഇവർ വരുന്നത് കണ്ട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നത്? എനിക്ക് നിങ്ങളെ കാണാൻ തന്നെ താല്പര്യമില്ല. ബഷീറെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിവിടെ കാണണ്ടാന്ന്? ഈ സമയത്ത് ബഷീറും ഫസീലയും കൂടി അവിടെ ഒരു നാടകം കളിക്കുകയാണ്. ഈ ഉമ്മാന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് പറയാണ്, ഉമ്മ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോടുമ്മ ക്ഷമിക്കണം, എൻ്റെ കൂടെ വരണം, ഇന്ന് നോമ്പ് തുറന്നിട്ട് ഉമ്മാന്റെ വീട്ടിലേക്ക് ഞങ്ങൾ തന്നെ ആക്കിത്തരാം. ഇത് പറഞ്ഞു കേട്ടപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുന്ന കാലമായതുകൊണ്ട് തന്നെ നബീസുമ്മ ഇവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നബീസുമ്മാനെയും കൂട്ടി ഇവരെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഇവിടെ ഒളിഞ്ഞിരുന്നത് ഒരു വലിയ ചതിയായിരുന്നു. നബീസുമ്മയ്ക്ക് നിഷ്കളങ്കയായതുകൊണ്ട് തന്നെ ഈ ചതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നബീസുമ്മക്ക് ഇവർ കഞ്ഞി കുടിക്കാൻ കൊടുത്തു. ആ കഞ്ഞിയിൽ അല്പം വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ കഞ്ഞി കുടിച്ച് കുറച്ചു കഴിഞ്ഞിട്ടും നബീസുമ്മക്ക് ഒന്നും സംഭവിക്കാത്തത് കണ്ട ബഷീറും ഫസീലയും വളരെ അസ്വസ്ഥരായി. എന്തുകൊണ്ടായിരിക്കാം ഈ ഉമ്മയ്ക്ക് വിഷം ഏൽക്കാത്തത് എന്നുള്ള സംശയമായിരുന്നു ഇവർക്ക്. പിന്നീട് രാത്രി 11 മണിയായപ്പോൾ ഇവരുടെ ക്ഷമ കെട്ടു. നബീസുമ്മാന്റെ കാല് ബഷീർ പിടിച്ചു വെച്ചു, കൈ ഫസീല അമർത്തി ബാക്കിലേക്ക് തിരിച്ചു കെട്ടി. അതിനുശേഷം വായിലേക്ക് ഫലമായി ആ കൊടിയ വിഷം ഒഴിച്ചു കൊടുത്തു. നിമിഷ നേരം കൊണ്ട് ആ പാവപ്പെട്ട ഉമ്മ, ആ നിഷ്കളങ്കയായ ഉമ്മ അവിടെ വെച്ച് പിടഞ്ഞു മരിച്ചു. തുടർന്ന് ജൂൺ 21-നും 22-നും ആ മൃതദേഹം അവരവരുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. പിന്നീട് 23-ാം തീയതി ആയ സമയത്ത് ആര്യമ്പാവ് റോഡിലുള്ള ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഏരിയയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുതള്ളി. പിന്നീട് ഫസീല എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരുന്ന ആ ആത്മഹത്യാ കുറിപ്പ്
അവരുടെ സഞ്ചിയിൽ വെക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതൊരു പക്ഷേ സംശയത്തിന് ഇടയാക്കിയേക്കാം എന്ന് മനസ്സിലാക്കിയ ബഷീർ തന്റെ കൈപ്പടയിലേക്ക് ഈ കത്ത് എഴുതി മാറ്റി. എന്നിട്ട് ആ സഞ്ചിയിൽ വെച്ചു. ഈ മൃതദേഹത്തിനോടൊപ്പം തന്നെ ആ മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഈ കത്തും ആ സഞ്ചിയിൽ വെച്ച് ഉപേക്ഷിച്ചു. പിന്നീട് ഒന്നും അറിയാത്ത പോലെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ഉമ്മമ്മയെ കാണാനില്ല എന്നൊരു പരാതിയും കൊടുത്തു. പക്ഷേ ഈ കൊലപാതകം ചെയ്ത, ഈ ക്രൂരകൃത്യം ചെയ്ത വൃത്തികെട്ടവർ മനസ്സിലാക്കിയില്ല ഒരു നാൾ സത്യം പുറത്തു വരുമെന്ന്. ദൈവത്തിന്റെ കോടതിയിൽ അവർക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളത് ജീവപര്യന്തമായിരുന്നു. 2025 ഈ കേസിന്റെ വിധി വന്നതോടുകൂടി ഫസീലയ്ക്കും ബഷീറിനും ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചു. ഫസീല കോടതിയിൽ വീണ്ടും ഒരു നാടകം കളിച്ചു. തനിക്ക് ചെറിയൊരു കുട്ടിയുണ്ടെന്നും തന്റെ ശിക്ഷ ഇല്ലായ്മ ചെയ്തു തരണമെന്നും ഫസീല കോടതിയോട് അപേക്ഷിച്ചു. എന്നാൽ കോടതിയിൽ നിന്ന് ഫസീലയ്ക്ക് ലഭിച്ച മറുപടി ഇപ്രകാരമായിരുന്നു: നിനക്കൊരു കുട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ തൂക്കിലേറ്റാത്തത്, അല്ലെങ്കിൽ നിനക്ക് വിധിക്കാൻ പോകുന്നത് തൂക്കുകയറായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം അച്ഛന് വിഷം കൊടുത്തു കൊല്ലാൻ കൂട്ടുനിന്ന ഒരു ഭർത്താവ്, സ്വന്തം ഉമ്മാമയ്ക്ക് വിഷം കൊടുത്തു കൊന്ന ഒരു ഭർത്താവ്. ഇത്തരം ക്രൂരതകൾ സ്വത്തിനും സമ്പാദ്യത്തിനും വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മാനസികാവസ്ഥ, അവരുടെ മനോഭാവം എന്തായിരിക്കാം? എത്ര ക്രൂരമായിരിക്കാം ഇവരുടെ ചിന്തകൾ? പ്രിയപ്പെട്ടവരെ, ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.